discuss about the drawing graph. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് നമുക്ക് ഗ്രാഫ് വരയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ ഫസ്റ്റ് കാര്യം എന്താണ്? ഈവൻ ആൻഡ് ഓഡ് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ ഓഡ് ആണോ ഈവൻ ആണോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ ഇത്തിരി കൂടെ ഈസിയാവും. A function f is said to be an even function of x if f of minus x equal to f of x for all x in the domain of f. അപ്പോൾ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എടുക്കുക, അതിൽ എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് തന്നെയാണെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ ഈവൻ ഫംഗ്ഷൻ എന്ന് പറയും. അതുപോലെ ഓഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് എ ഫംഗ്ഷൻ എഫ് is said to be an odd function of x if f of minus x equal to minus f of x for all x in the domain of f. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഓഡ് ആണെന്ന് പറയണമെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എഫ് ഓഫ് എക്സ് ആവണം, എന്നാൽ ഓഡാന്ന് പറയും. നമുക്ക് ഫോർ എക്സാമ്പിൾ രണ്ട് ഫംഗ്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഈവൻ ആണോ ഓഡാണോ എന്ന് അറിയാനുള്ള, ഫംഗ്ഷൻ ഓഡാണോ ഈവൻ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് കൺസിഡർ ദ ഫംഗ്ഷൻ f of x equal to x square plus 4. ഈ ഫംഗ്ഷൻ ഓഡാണോ ഈവൻ ആണോ എന്ന് അറിയാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? എഫ് ഓഫ് മൈനസ് എക്സ്. അപ്പോൾ എക്സിന് പകരം എന്ത് ചെയ്യുക? മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 4 വരും. മൈനസ് എക്സിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 4. എക്സ് സ്ക്വയർ പ്ലസ് 4 എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് ആണ്. എന്ന് വെച്ചാൽ എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് തന്നെയാണെന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ. ഇനി നെക്സ്റ്റ് ഇത് ഈവൻ ഫംഗ്ഷൻ. ഇനി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 4x. ഇനി എഫ് ഓഫ് മൈനസ് എക്സ് കണ്ടുപിടിക്കണം. എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എക്സ് ക്യൂബ് പ്ലസ് 4 into minus x which is equal to minus x cube plus ഇവിടെ മൈനസ് വരും, മൈനസ് 4x. which is equal to എങ്ങനെ എഴുതാം? മൈനസ് പുറത്തെടുത്തിട്ട് എക്സ് ക്യൂബ് പ്ലസ് 4x എന്ന് എഴുതാം. അപ്പോൾ എക്സ് ക്യൂബ് പ്ലസ് 4x ആണ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇതിനെ നമുക്ക് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. അതിനർത്ഥം ഇത് ഓഡ് ഫംഗ്ഷൻ ആണ്. നെക്സ്റ്റ്, ചിലപ്പോൾ ചില ഫംഗ്ഷൻ ഓടും ഈവനും ആവാതിരിക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ. ഇത് ഓഡാണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എക്സ് ക്യൂബ് പ്ലസ് 3 into മൈനസ് എക്സ് സ്ക്വയർ എന്ത് വരും? മൈനസ് എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ എന്ന് വരും. ഇതിനെ നമുക്ക് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. എഫ് ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇത് രണ്ടും എഫ് ഓഫ് മൈനസ് എക്സ് അല്ല, എഫ് ഓഫ് എക്സിനോടും മൈനസ് എഫ് ഓഫ് എക്സിനോടും ഈക്വൽ അല്ല, അല്ലേ? അപ്പോൾ ഈ ഫംഗ്ഷൻ എന്ത് പറയാം? എഫ് ഈസ് നെയ്തർ ഈവൻ നോർ ഓഡ്. എഫ് ഈസ് നെയ്തർ ഈവൻ നോർ ഓഡ് എന്ന് പറയും. ഇതാണ്, ഇങ്ങനെയാണ് നമ്മൾ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. ഫംഗ്ഷൻ ഓഡും ഈവനും ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഗ്രാഫ് വരയ്ക്കാൻ എളുപ്പമാണെന്ന് അറിയണ്ടേ? അപ്പോൾ ഫംഗ്ഷൻ ഓഡും ഈവനും ആണെങ്കിൽ ഗ്രാഫ് വരയ്ക്കാനായിട്ട് എളുപ്പം വരുന്നത് അതിൻ്റെ സിമ്മെട്രിയെ പറ്റി. സിമ്മെട്രി ഇപ്പോൾ ഓഡാണെങ്കിൽ ഒരു സിമ്മെട്രി ആയിരിക്കും, ഈവൻ ആണെങ്കിൽ വേറൊരു സിമ്മെട്രി ആയിരിക്കും. അതെന്താ നോക്കുക, ഒരു റിമാർക്കാണ്. അപ്പോൾ റിമാർക്ക് ഇതാണ്: ദ ഗ്രാഫ് ഓഫ് ആൻ ഈവൻ ഫംഗ്ഷൻ ഈസ് സിമെട്രിക് അബൌട്ട് ദ വൈ ആക്സിസ് ആൻഡ് ദ ഗ്രാഫ് ഓഫ് ആൻ ഓഡ് ഫംഗ്ഷൻ ഈസ് സിമെട്രിക് അബൌട്ട് ദ ഒറിജിൻ. അപ്പോൾ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് നമ്മൾ ഈവൻ ആണെന്ന് മനസ്സിലാക്കിയാൽ എന്ത് പറയണം? അത് സിമെട്രിക് അബൌട്ട് വൈ ആക്സിസ് ആയിരിക്കും. എന്ന് വെച്ചാൽ വൈ ആക്സിസിൻ്റെ ലെഫ്റ്റിലും വൈ ആക്സിസിൻ്റെ റൈറ്റിലും ഒരേ ഫിഗർ ആയിരിക്കും. വൈ ആക്സിസിൻ്റെ ലെഫ്റ്റിലുള്ള അതേ ഫിഗർ
കിട്ടിയാൽ മതി, നമുക്ക് റൈറ്റിലോട്ടും അതേ ഫിഗർ വരച്ചാൽ മതി. അപ്പോൾ ഒരു ആക്സിസിന്റെ ലെഫ്റ്റിലോ റൈറ്റിലോ ഉള്ള ഏതെങ്കിലും ഒരു ഫിഗർ നമുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ സിമെട്രി ആണെങ്കിൽ അല്ല ഈവൻ ആണെങ്കിൽ നമുക്ക് സിമെട്രിക് അബൌട്ട് വൈ ആക്സിസ് കിട്ടും. ഇനി ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ സിമെട്രിക് അബൌട്ട് ഒറിജിൻ ആയിരിക്കും. അപ്പോൾ ഒറിജിന്റെ എല്ലാ ഭാഗത്തും അതുപോലെ ഒരേ ഷേപ്പ് ആയിരിക്കും വരിക. എന്ന് വെച്ചാൽ ഒറിജിനൽ ഇപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള അതേ സാധനമായിരിക്കും തേർഡ് ക്വാഡ്രന്റിൽ ഉണ്ടാവുക. അതുപോലെ ഫോർത്ത് ക്വാഡ്രന്റിലുള്ള അതേ ഫിഗർ ആയിരിക്കും സെക്കൻഡ് ക്വാഡ്രന്റിൽ ഉണ്ടാവുക. സിമെട്രിക് അബൌട്ട് ഒറിജിൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇത്രയും കാര്യമാണ് സിമെട്രിയെ പറ്റി പറയാനുള്ളത്. ഇത്രയും കാര്യമാണ്. അപ്പോൾ ഈ രണ്ട് നമുക്ക് ഫംഗ്ഷൻ ഈവനും ഓടും ആണെന്ന് കിട്ടണമെന്നില്ല അല്ലേ? ചിലപ്പോൾ ചില ഫംഗ്ഷൻസ് അങ്ങനെ ആവാം. അപ്പോൾ സിമെട്രിക് അബൌട്ട് വൈ ആക്സിസും അതുപോലെ സിമെട്രിക് അബൌട്ട് എക്സ് ആക്സിസും കിട്ടിയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം സിമെട്രിക് അബൌട്ട് ഒറിജിനും ആണ് എന്ന് പറയാം ചില ഫംഗ്ഷൻസിനെ. ഇനി നമുക്ക് പറയാനുള്ള ഒരു ബിഹേവിയറും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫ് വരയ്ക്കാനുള്ള എല്ലാ കണ്ടീഷൻസും ആയിട്ടുണ്ട്. പിന്നെ ഒരു 5-6 സ്റ്റെപ്പ് ഉണ്ട് ഗ്രാഫ് വരയ്ക്കാനായിട്ട്. നിങ്ങൾക്ക് എസ്സേ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രാഫിംഗ് എന്ന് പറയുന്നത്. പക്ഷെ എളുപ്പമാണ്. നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റും ആണ്, എളുപ്പമാണ്. അപ്പോൾ നമുക്ക് അസിംപ്റ്റോട്ടിക് ബിഹേവിയർ എന്താണെന്ന് പറയാം. അത് പറയാനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് അസിംപ്റ്റോട്ടിക് ബിഹേവിയർ പറയാൻ പോവാണ്. അപ്പോൾ അസിംപ്റ്റോട്ടിക് ബിഹേവിയർ ഓഫ് എ ഫംഗ്ഷൻ. The asymptotic behavior involves infinite limits of the type limit x tends to x naught f of x equal to plus or minus infinity and limit x tends to plus or minus infinity f of x equal to L. അപ്പോൾ ഈ രണ്ട് ലിമിറ്റുമാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു എക്സ് നോട്ടിൽ ഫംഗ്ഷൻ്റെ ലിമിറ്റ് പ്ലസ് ഇൻഫിനിറ്റിയോ മൈനസ് ഇൻഫിനിറ്റിയോ വരികയാണെങ്കിൽ ഈ എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ് ഈ ഫംഗ്ഷൻ്റെ വെർട്ടിക്കൽ അസിംപ്റ്റോട്ടാന്ന് പറയും. അതുപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് വാല്യൂ എൽ ആണെങ്കിൽ നമ്മൾ വൈ ഈക്വൽ ടു എൽ എന്ന് പറയുന്നത് അതിൻ്റെ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ടാന്നും പറയും. വൈ ഈക്വൽ ടു എൽ എന്ന് പറയുന്നത് അതിൻ്റെ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ടാണെന്നും പറയും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, വെർട്ടിക്കൽ അസിംപ്റ്റോട്ടും ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ടും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആണ് വെർട്ടിക്കൽ അസിംപ്റ്റോട്ടിൽ വരിക, വൈൻ്റെ വാല്യൂ ആണ് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ടിൽ വരിക. അപ്പോൾ ഇവിടെ ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് എന്ന് പറയുന്നത് വെർട്ടിക്കൽ അസിംപ്റ്റോട്ടും ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വൈ ഈക്വൽ ടു എൽ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ടും ആണെന്ന് പറയാം. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു ഫംഗ്ഷൻ എടുക്കാം. കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x by 1 minus x. x by 1 minus x. x എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 1. അപ്പോൾ the function is not defined at x equal to 1 അല്ലേ? x equal to 1 ഡിഫൈൻഡ് അല്ല. ഇനി x1ന്റെ അടുത്തുള്ള പോയിന്റിലൊക്കെ ഫംഗ്ഷന്റെ ബിഹേവിയർ നോക്കുക. ഫോർ എക്സ് നിയർ 1 എന്ന് വെച്ചാൽ ഫോർ എക്സ് നിയർ 1 എക്സ് ഗ്രേറ്റർ ദാൻ 1ലും എക്സ് ലെസ് ദാൻ 1ലും ചെക്ക് ചെയ്യുക. ഫോർ എക്സ് നിയർ 1 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ഈ ഫംഗ്ഷന്റെ ബിഹേവിയർ ചെക്ക് ചെയ്യുക. 1 മൈനസ് എക്സ് എന്തായിരിക്കും? എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ 1 മൈനസ് എക്സ് ലെസ് ദാൻ 0 ആയിരിക്കും. 1 മൈനസ് എക്സ് ഈസ് എ സ്മോൾ നെഗറ്റീവ് നമ്പർ അല്ലേ? 1 മൈനസ് എക്സ് എന്ന് പറയുന്നത് സ്മോൾ നെഗറ്റീവ് നമ്പർ ആണ്. സോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താവും? എക്സ് ബൈ 1 മൈനസ് എക്സ് ആണ്. 1 മൈനസ് എക്സ് സ്മോൾ നെഗറ്റീവ് നമ്പർ, എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ എക്സ് ബൈ 1 മൈനസ് എക്സ് എന്ന് പറയുന്നത് ലാർജും നെഗറ്റീവോ? ഇത് നെഗറ്റീവ് ആണല്ലോ. എഫ് ഓഫ് എക്സ് ഈസ് ലാർജ് ആൻഡ് നെഗറ്റീവ്. ലാർജും നെഗറ്റീവും ആയി. ഇനി എക്സ് ലെസ് ദാൻ 1ൽ നോക്കാം. ഫോർ എക്സ് നിയർ 1
ആൻഡ് എക്സ് ലെസ് ദാൻ 1. 1 മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താ? സ്മോളും പോസിറ്റീവോ? സ്മോൾ ആൻഡ് പോസിറ്റീവ്. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ 1 മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? എക്സ് ലെസ് ദാൻ 1 ആണ്. എക്സ് ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ ചെറിയ നമ്പർ അല്ലേ? അതുപോലെ 1 മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് എക്സ് എന്ന് പറയുന്നത് സ്മോളും പോസിറ്റീവും ആണ്. അപ്പോൾ എക്സ് ബൈ 1 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ ലാർജും പോസിറ്റീവോ? എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞിട്ടുള്ളൂ. 0-നേക്കാളും വലുതാണോ ചെറുതാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ? അപ്പോൾ ഇത് ലാർജും പോസിറ്റീവും വരും. ഈസ് ലാർജ് ഇങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ലിമിറ്റ് എടുത്താലും മതി. ലാർജും പോസിറ്റീവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് ഈക്വൽ ടു 1ന്റെ അടുത്തുള്ള ഫിഗർ ഒക്കെ നമുക്ക് വരയ്ക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ലിമിറ്റ് എടുക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് 1ന്റെ ലെഫ്റ്റിലുള്ള ലിമിറ്റ് നോക്കുക. എക്സ് ബൈ 1 മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? മൈനസ് ഇൻഫിനിറ്റി അല്ല പ്ലസ് ഇൻഫിനിറ്റി കിട്ടും. 1ന്റെ ലെഫ്റ്റിൽ നമുക്ക് ലാർജും പോസിറ്റീവ് ആണ് പറഞ്ഞത്, അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? പ്ലസ് ഇൻഫിനിറ്റി കിട്ടി. അതുപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എക്സ് ബൈ 1 മൈനസ് എക്സ് നോക്കുക. അത് ലാർജും നെഗറ്റീവും ആണ് പറഞ്ഞത്, അപ്പോൾ മൈനസ് ഇൻഫിനിറ്റിയും കിട്ടി. അപ്പൊ ഇവിടെ എക്സ് ഈക്വൽ ടു 1നെയാണ് നമ്മൾ പറയാ അല്ലെ? എക്സ് ഈക്വൽ ടു 1 ആണ് നമ്മുടെ ഇവിടെ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് എന്ന് പറയുന്നത്. ദ ലൈൻ എക്സ് ഈക്വൽ ടു 1 ഈസ് കോൾഡ് എ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്. അപ്പൊ ഞാനിതൊന്ന് ഗ്രാഫ് വരയ്ക്കാം. ഫംഗ്ഷന്റെ ഗ്രാഫിന് ഇപ്പൊ നമുക്ക് കിട്ടിയ അത്രയും പ്രോപ്പർട്ടീസ് മാത്രമേ ഞാൻ വരയ്ക്കുള്ളൂ. എക്സ് ഈക്വൽ ടു 1 എക്സ് ഈക്വൽ ടു 1ല് എന്ത് വരും? എക്സ് ഈക്വൽ ടു 1 ആവുമ്പോൾ ഈ 1ലൊരു ഡോട്ടഡ് ലൈൻ വരയ്ക്കാം. ആ 1ന്റെ ലെഫ്റ്റില് ഫംഗ്ഷന്റെ വാല്യൂ എങ്ങനെ വരും എന്നാ പറഞ്ഞത്? 1ന്റെ ലെഫ്റ്റില് 1നേക്കാളും ചെറുതാവുമ്പോൾ ലാർജും പോസിറ്റീവ് പറഞ്ഞത്. അപ്പോൾ ലാർജ് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് പോകും അല്ലേ? 1ന്റെ അടുത്തോട്ട് വരുമ്പോൾ ഇങ്ങനെ ലാർജും പോസിറ്റീവ് ആയിട്ട് പോകും. 1ന്റെ റൈറ്റില് ലാർജും നെഗറ്റീവ് ആവും. അപ്പോൾ ലാർജ് എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ് ഈക്വൽ ടു 1ല് ഫംഗ്ഷന്റെ ഗ്രാഫ് ഇങ്ങനെ വരും. ഇനി അടുത്ത ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പൊ അതിനായിട്ട് നമുക്ക് എക്സ് ലാർജും പോസിറ്റീവ് ആവുമ്പോഴും എക്സ് ലാർജ് നെഗറ്റീവ് ആവുമ്പോഴുള്ള ഫംഗ്ഷന്റെ ബിഹേവിയർ നോക്കാം. Now examine the behavior of f of x equal to x by 1 minus x when x is large and positive and when x is large and negative. അപ്പോൾ ആദ്യം നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ബൈ 1 മൈനസ് എക്സ് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് ഞാൻ മാറ്റി എഴുതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ഞാൻ പുറത്തെടുക്കുകയാണ്. അപ്പോൾ 1 ബൈ എക്സ് മൈനസ് 1 എക്സും കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി എക്സിന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇവിടെ 1 ബൈ ഇൻഫിനിറ്റി 0. അപ്പോൾ 1 ബൈ മൈനസ് 1 വരും, വിച്ച് ഈസ് ഈക്വൽ ടു -1 കിട്ടി. ഇനി എക്സ് ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി ആവുമ്പോൾ നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഫംഗ്ഷന്റെ ബിഹേവിയർ ഇപ്പൊ നമുക്ക് കിട്ടി അല്ലെ? അപ്പൊ വെൻ എക്സ് ഈസ് ലാർജ് ആൻഡ് പോസിറ്റീവ് എഫ് ഓഫ് എക്സ് അപ്രോച്ചസ് -1. വെൻ എക്സ് ഈസ് ലാർജ് ആൻഡ് പോസിറ്റീവ് 1 ബൈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 ബൈ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. 1 ബൈ എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ -1 ആണ്. 1 ബൈ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ 1 ബൈ എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ -1 ആണ്.
വിച്ച് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ബൈ 1 - x ആണ്. അത് ഞാനിവിടെ നിന്ന് എഴുതാം. 1/x എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണല്ലോ. എക്സ് ലാർജും പോസിറ്റീവ് ആവുന്ന കേസാണ്. എക്സ് ലാർജും പോസിറ്റീവ് ആവുമ്പോൾ 1/x ഗ്രേറ്റർ ദാൻ 0 വരും. അപ്പോൾ 1/xന്റെ കൂടെ ഒരു -1 ആഡ് ചെയ്യുമ്പോൾ 0ന്റെ കൂടെ ഒരു -1 ആഡ് ചെയ്തു. അപ്പോൾ 1/x - 1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ -1 വന്നു. അതിനർത്ഥം ഇത് എഫ് ഓഫ് എക്സ് ആണല്ലോ. ഇത് എഫ് ഓഫ് എക്സ് തന്നെയാണ്. എക്സ് ബൈ 1 - x ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 1/x - 1. 1/f ഓഫ് എക്സ് ആണ് കേട്ടോ. വിച്ച് ഈസ് ലെസ് ദാൻ, റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ലെസ് ദാൻ 1/-1 വരും. വിച്ച് ഈസ് ഈക്വൽ ടു -1. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ -1 എന്ന് കിട്ടും. Therefore, large positive values of x, the graph of f lies near but below the horizontal line. ഇത് എന്തിനാ നോക്കുന്നത്? എഫ് ഓഫ് എക്സ്, ഇത് y ഈക്വൽ ടു -1 എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ആണെന്നാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. പിന്നെ ഈ y ഈക്വൽ ടു -1ന്റെ ആ ലൈനിന്റെ മുകളിലാണോ താഴെയാണോ നമ്മുടെ ഗ്രാഫ് കിടക്കുന്നത് എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെക്ക് ചെയ്ത് നോക്കുന്നത്. എക്സ് ലാർജും പോസിറ്റീവ് ആവുമ്പോൾ, എക്സ് ലാർജ് പോസിറ്റീവ് ആവും എന്ന് പറഞ്ഞാൽ +∞ ആവുമ്പോൾ ഫംഗ്ഷന്റെ ഗ്രാഫ് y ഈക്വൽ ടു -1ന്റെ മുകളിലാണോ അടിയിലാണോ ഇരിക്കുന്നത് അറിയാം അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടി? ലെസ് ദാൻ -1 എന്ന് കിട്ടി. അപ്പൊ y ഈക്വൽ ടു -1ന്റെ താഴെ ഭാഗത്തായിരിക്കും ഈ ഗ്രാഫ് ഉണ്ടാവുക. അപ്പൊ അത് വരച്ച് കഴിഞ്ഞാൽ എങ്ങനെ വരും? y ഈക്വൽ ടു -1 എന്ന് പറയുന്ന ലൈൻ വരയ്ക്കുക. ഇത് -1 ആണ്, റൈറ്റിലല്ലേ നോക്കുന്നത്. y ഈക്വൽ ടു -1 എന്ന് പറഞ്ഞ ഗ്രാഫിന്റെ താഴെ ഭാഗത്താണ് എന്ത് വരിക? ഗ്രാഫ് താഴെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുക. അപ്പൊ ഇത് ഗ്രേറ്റർ ദാൻ ആണ് കിട്ടിയെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇതിങ്ങനെ വരും. ഇനി എന്ത് ചെയ്യാം? ഇനി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -∞ കൂടെ ചെക്ക് ചെയ്യാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -∞ f of x. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -∞ x by 1 - x. നേരത്തെ പോലെ എഴുതി കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 1/x -1 കിട്ടും. അപ്പം -∞ കൊടുത്തു കഴിഞ്ഞാൽ 1/-∞ 0 കിട്ടും. 1/-1 -1 തന്നെ കിട്ടും. അപ്പോൾ വെൻ എക്സ് ഈസ് ലാർജ് നെഗറ്റീവ് ആകുമ്പോൾ എഫ് ഓഫ് എക്സ് -1 അപ്രോച്ച് ചെയ്യും അല്ലെ. വെൻ എക്സ് ഈസ് ലാർജ് ആൻഡ് നെഗറ്റീവ് എഫ് ഓഫ് എക്സ് അപ്രോച്ചസ് -1. ഇനി മുകളിൽ നിന്നാണോ താഴെ നിന്നാണോ അപ്രോച്ച് ചെയ്യുന്നതെന്ന് അറിയണം അല്ലെ. -1 അപ്രോച്ച് ചെയ്യുന്ന പറഞ്ഞത്. അപ്പൊ ഇതിന്റെ മുകളിലാണോ താഴെയാണോ വരുന്നതെന്ന് അറിയണം. ഈ ലൈനിന്റെ മുകളിലാണോ അതുപോലെ താഴെയാണോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടി എന്ത് ചെയ്യാം? നേരത്തെ പോലെ ചെക്ക് ചെയ്ത് നോക്കാം. വെൻ എക്സ് ഈസ് ലാർജ് ആൻഡ് നെഗറ്റീവ് 1/x എന്താവും? ലെസ് ദാൻ 0 ആവും. എക്സ് ലാർജ് നെഗറ്റീവ് ആവുമ്പോൾ 1/x ലെസ് ദാൻ 0 ആവും. വിച്ച് ഇംപ്ലൈസ് 1/x -1 എന്ന് പറയുമ്പോൾ എന്താവും? ലെസ് ദാൻ -1 ആവും. വിച്ച് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, അതിന് നമ്മൾ മാറ്റി എഴുതിയല്ലോ 1/1/x -1 എന്ന് എഴുതി. അപ്പൊ ഇത് റെസിപ്രോക്കൽ എടുക്കുകയാണ് ചെയ്തത്. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ഗ്രേറ്റർ ദാൻ 1/-1 വരും. വിച്ച് ഈസ് ഈക്വൽ ടു -1. അപ്പൊ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ -1 വരും. എന്ന് വെച്ചാൽ -1 എന്ന് പറഞ്ഞാൽ ലൈനിന്റെ മുകളിലാണ് നമ്മുടെ എന്ത് വരിക? ഗ്രാഫ് വരിക. അപ്പൊ ഇങ്ങനെ വരും. ഇങ്ങനെ, അങ്ങനല്ല, നേരെ തിരിച്ച് -1 അപ്രോച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ പോകുന്നല്ലോ പറഞ്ഞേ. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഗ്രാഫ് വരും. അപ്പൊ ഈ ഗ്രാഫിന്റെ ഈ
എൻഡിലുള്ള ബിഹേവിയർ നമുക്കിപ്പോൾ കിട്ടി അല്ലേ. അപ്പോൾ therefore for large negative values of x the graph of f lie near but above the horizontal line y equal to -1. ഇത് y equal to -1 എന്ന് പറഞ്ഞ ലൈനാണ്. അപ്പോൾ ഇവിടെ അതിന് മുകളിലാണ് ഉണ്ടാവുക അല്ലേ. the line y equal to -1 is called a horizontal asymptote for f. the line y equal to -1 is called the horizontal asymptote for f. അപ്പം ഇങ്ങനെയാണ് നമ്മൾ വെർട്ടിക്കൽ അസിംപ്റ്റോട്ടും ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ടും വരയ്ക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നാണ് നോക്കുന്നത്. അത് നോക്കാം. നെക്സ്റ്റ് ഗ്രാഫിംഗ് പ്രൊസീജിയറാണ്. അപ്പോൾ അതിൽ ഒരു 6 സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് പറയാം. സ്റ്റെപ്പ് 1 നോട്ട് എനി സിമെട്രീസ് ഓഫ് എഫ്. അപ്പോൾ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്തെങ്കിലും സിമെട്രി ഉണ്ടോ നോക്കുക. ഓടാണോ ഈവൻ ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമെട്രി അറിയാമെന്ന് നമ്മൾ കണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ദ ഗ്രാഫ് ഓഫ് ആൻ ഈവൻ ഫംഗ്ഷൻ ഈസ് സിമെട്രിക് അബൌട്ട് ദ വൈ ആക്സിസ് ആൻഡ് ദ ഗ്രാഫ് ഓഫ് ആൻ ഓഡ് ഫംഗ്ഷൻ ഈസ് സിമെട്രിക് അബൌട്ട് ദ ഒറിജിൻ. അപ്പോൾ ഈ ഓടാണെങ്കിൽ ഈവൻ ആണെങ്കിലും നമുക്ക് സിമെട്രി കിട്ടും. ഈവൻ ആണെങ്കിൽ സിമെട്രിക് അബൌട്ട് വൈ ആക്സിസ് ആയിരിക്കും, ഓടാണെങ്കിൽ സിമെട്രിക് അബൌട്ട് ഒറിജിൻ ആയിരിക്കും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അസിംപ്റ്റോട്ടിക് ബിഹേവിയർ ആണ് ചെക്ക് ചെയ്യേണ്ടത്. അതിനായിട്ട് ലൊക്കേറ്റ് എനി പോയിന്റ്സ് വെയർ എഫ് ഈസ് നോട്ട് ഡിഫൈൻഡ്. എഫ് ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക. ആൻഡ് ഡിറ്റർമൈൻ ദ ബിഹേവിയർ ഓഫ് എഫ് നിയർ ദീസ് പോയിന്റ്സ് ആൻഡ് ദ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്. അപ്പോൾ ഇവിടുത്തെ എഫിൻ്റെ ഈ പോയിന്റിന്റെ അടുത്തുള്ള എഫിന്റെ ബിഹേവിയർ കണ്ടുപിടിക്കുക. അത് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ആണോ ചെക്ക് ചെയ്യുക. വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുക. അതുപോലെ also determine if you can the behavior of f of x for x very large positive and negative near horizontal asymptote if it exists. അപ്പോൾ എക്സ് ലാർജും പോസിറ്റീവും ആവുമ്പോഴുള്ള ഫംഗ്ഷൻ്റെ ബിഹേവിയർ നോക്കുക. അവിടെ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ആദ്യം സിമെട്രി കണ്ടുപിടിച്ചു, അതിനുശേഷം അസിംപ്റ്റോട്ടിക് ബിഹേവിയർ കണ്ടുപിടിച്ചു. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോക്കാം. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നതാണ് ലൊക്കേറ്റ് ദ ലോക്കൽ മാക്സിമ ആൻഡ് മിനിമ ഓഫ് എഫ്. അപ്പോൾ ലോക്കൽ മാക്സിമം മിനിമം കണ്ടുപിടിക്കുക. അതിനായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുമായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ ലോക്കൽ മാക്സിമം മിനിമം കണ്ടുപിടിക്കുക. ആൻഡ് ഡിറ്റർമൈൻ ദ ഇന്റർവെൽസ് ഓൺ വിച്ച് എഫ് ഈസ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ്. എഫ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നതും ഡിക്രീസ് ചെയ്യുന്ന ഇന്റർവെല്ലുകൾ കണ്ടുപിടിക്കുക. സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് ലൊക്കേറ്റ് ദ ഇൻഫ്ലെക്ഷൻ പോയിന്റ് ഓഫ് എഫ് ആൻഡ് ഡിറ്റർമൈൻ ദ ഇന്റർവെൽസ് ഓൺ വിച്ച് എഫ് ഈസ് കോൺകേവ് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ്. അപ്പോൾ ഇനി അടുത്തത് പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ കണ്ടുപിടിക്കുക. അതിനുശേഷം ഏത് ഇന്റർവെല്ലിലാണ് എഫ് കോൺകേവ് അപ്പ് ആവുന്നത് അതുപോലെ കോൺകേവ് ഡൗൺ ആവുന്നത് എന്ന് കണ്ടുപിടിക്കുക. സ്റ്റെപ്പ് 5 എന്ന് പറയുന്നതാണ് മേക്ക് ഷോർട്ട് ടേബിൾ ഓഫ് വാല്യൂസ് ഓഫ് എഫ് ഓഫ് എക്സ്, എഫ് ഡാഷ് ഓഫ് എക്സ് ആൻഡ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് that includes information gathered so far. അപ്പോൾ എഫ് ഒരു ടേബിൾ വരയ്ക്കുക. അതിൽ എഫ് ഓഫ് എക്സ് അതുപോലെ എഫ് ഡാഷ് ഓഫ് എക്സ്, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്, കുറച്ച് വാല്യൂസ് ഓഫ് എക്സിന് ഈ വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കുക. അതിനുശേഷം അവിടുത്തെ ബിഹേവിയറുകൾ എഴുതുക. ഇൻക്രീസിങ്, കോൺകേവ് അപ്പ് ആണോ കോൺകേവ് ഡൗൺ ആണോ, അതുപോലെ വൈ ഇന്റർസെപ്റ്റ് ഉണ്ടോ എന്നൊക്കെ എഴുതുക. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലോട്ട് ദ പോയിന്റ്സ് ഫ്രം ദ ടേബിൾ, sketch the tangents and draw the graph using the information about rise, fall and concavity. അപ്പോൾ ഈ പോയിന്റ് നമ്മൾ ഇപ്പോൾ വരച്ച ടേബിളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം, ടാൻജന്റുകൾ ആദ്യം കണ്ടുപിടിക്കുക. അസിംപ്റ്റോട്ട് കണ്ടുപിടിച്ചല്ലോ, അപ്പോൾ അവിടുന്ന് ടാൻജന്റുകൾ വരയ്ക്കുക. അതിന് ശേഷം ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, അതൊക്കെ വരയ്ക്കുക. കോൺകേവിറ്റി ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനായിട്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഇത്രയും പഠിച്ച എല്ലാ കാര്യവും നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്രാഫ് വരയ്ക്കാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും ഏകദേശം പഠിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് മാത്രം ശരിക്കും നമുക്ക് പഠിച്ചാൽ മതി. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഈ മുന്നേ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു
ഗ്രാഫ് വരയ്ക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്രാഫിംഗ് ഏകദേശം ഫിനിഷിംഗ് ആണ്. 2-3 പ്രോബ്ലംസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പിന്നെ പഠിക്കാനുള്ളത് മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓൺ ഇന്റർവെൽസ് ആണ്. മാക്സിമം മിനിമം, അതുപോലെ മാക്സിമം മിനിമം തിയറും ഉണ്ട്, എക്സ്ട്രീം വാല്യൂ തിയറം. അതുപോലെ മിനിമം വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല അല്ലെ, മാക്സിമം മിനിമം പോയിന്റുകൾ മാത്രമേ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ അല്ലെ. ലോക്കൽ മാക്സിമ മിനിമം ഒക്കെ കണ്ടുപിടിച്ചിട്ടുള്ളൂ. പിന്നെ മീൻ വാല്യൂ തിയറം, റോൾസ് തിയറം, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് തിയറങ്ങൾ വരുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ ഏകദേശം ഫിനിഷ് ആവുള്ളൂ.